എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബീഫ് നല്ല മൺചട്ടിയിൽ വറ്റിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ബീഫ് ചട്ടിയിൽ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിൽ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ക്ലീനാക്കി കഴുകിയതിന് ശേഷം നമ്മളതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ദെൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ബീഫ് മൺചട്ടിയിൽ വരട്ടിയെടുത്ത് തരുന്നത് നമുക്ക് എൻ്റെ ഭാബി സുഹാനിയാണ് കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായി എല്ലാതും തമ്മിലൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താലൊന്നും അത് എല്ലാ ഭാഗത്തോട്ടും എത്തണമെന്നില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ എല്ലാതും തമ്മിലൊന്ന് കമ്പൈൻ ആവുള്ളൂ. ദെൻ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. പകരം നമ്മൾ ഡയറക്റ്റ് മൂടിയിട്ടിട്ട് ഇത് ഒരു 4-5 വിസിലിന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഇതിൽ കണ്ടില്ലേ ആവശ്യത്തിന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ബീഫ് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് കണ്ടില്ലേ ഇതേപോലെ ഇരിക്കും. ദെൻ നമ്മൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ മില്ലിൽ നിന്ന് ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് കുക്ക് ചെയ്യാൻ. ദെൻ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി, അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെറിയ ഉള്ളി നമ്മൾ ഇടുന്നതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 15-16ഓളം ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഒരു പ്രത്യേക ഒരു സ്മെല്ലും ആണ്. അത് ഇടും തോറും ആ ബീഫിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉള്ളി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ ഒരു സവാള ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഇടുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചെറിയ ഉള്ളി ഇടുമ്പോഴായിരിക്കും. ദെൻ അതൊന്ന് നമ്മൾ സോട്ട് ചെയ്യുക, കുറച്ചൊന്ന് വഴറ്റി കിട്ടുന്നത് വരെ. അപ്പോൾ നമ്മളുടെ സവാള കണ്ടില്ലേ ഇപ്പോൾ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സവാള കുറച്ചും കൂടി ഒന്ന് ഇതായി സോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വഴറ്റി കിട്ടും. ദെൻ നമുക്ക് കുറച്ച് ടൈം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ സവാള ഇപ്പോൾ കറക്റ്റ് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് എഗെയിൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ലാത്തതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് എടുത്ത് കളയാൻ സുഖമാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1.5 തക്കാളി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം പൊടിയായി അരിഞ്ഞിട്ടുള്ള തക്കാളി എന്നല്ല എടുത്തിട്ടുള്ളത്, ഒരു മിതമായ സൈസിൽ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള തക്കാളിയാണ്. പിന്നെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം സവാള ഒന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കാറ്. കാരണം സവാളക്കാണ് കൂടുതൽ തക്കാളിനേക്കാളും വേവ് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ചീന്തിയിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. then നമ്മൾ ഇതിലേക്ക് ആ ബീഫിൻ്റെ ഒരു വെള്ളം ഉണ്ടല്ലോ ആ ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. then നമുക്ക് ഈ തക്കാളിയും കൂടി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ തക്കാളിയും ഇപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. then നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർ പാകത്തിന് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലൊക്കെ ചേഞ്ചസ് വരുത്തി കൊടുക്കുക. ദെൻ എഗെയിൻ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത പോലെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ അല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല നമ്മൾ കുറേ അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്പൈസസിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഗരം മസാല ഒക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും.
ഇതിനെല്ലാവരും തമ്മിലൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ കണ്ടില്ല അതിൻ്റെ കളർ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ വെള്ളമാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കളറാവില്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ബീഫ് വേവിച്ച് ആ വെള്ളം ഒഴിച്ച കാരണം ഒരു പ്രത്യേക ഒരു കളറും ഉണ്ട്, നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഉണ്ടല്ലോ 1 കിലോ, അത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബീഫാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബീഫിൻ്റെ എല്ലാ ടേസ്റ്റും ഉണ്ടാവുക ആ ഒരു വെള്ളത്തിലാണ്. അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാവുക, കൊഴുപ്പ് കൂടുതലാവുക എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ആ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ആ വെള്ളം മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ബീഫ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ മല്ലിയിലും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ദെൻ അതൊന്ന് ഒരു 10 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ആ മൂടി തുറന്നതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണു അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ബീഫിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ആ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതിനോട് കൂടിയിട്ടൊരു ഡാർക്ക് കളറും വരും ബീഫിന്. ദെൻ നമ്മൾ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവും ബെറ്റർ. നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മളുടെ ഈ ബീഫ് വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമും കൂടിയും ഇതൊന്ന് വറ്റിച്ചെടുക്കാനാണ് കേട്ടോ ഞാൻ നോക്കണത്. ഇനി നമ്മളിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളുടെ ഈ ബീഫ് വറ്റിച്ചത് ഓൾമോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. ദെൻ വേണമെങ്കിൽ അഡീഷണലായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ടിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫും മൺചട്ടിയിൽ വറ്റിച്ചെടുത്തത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കൈപ്പത്തിരിയുടെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കൈപ്പത്തിരിയുടെ റെസിപ്പി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. then ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.